ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഒരു ടിയറേൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു അഡൽറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. വിഷുവിന് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓർഡറാണ് കേട്ടോ. അപ്പം ഈ ഒരു ടിയറേൻ്റെ ലെങ്ത് വരുന്നത് 12 ഇഞ്ചൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇതൊരു ഹെയർ ബാൻഡ് പോലെ നമ്മൾ വെച്ച് ബാക്കിൽ സാറ്റിൻ റിബൺ കിട്ടുന്ന ആ ഒരു ഇതിലാണെങ്കിൽ ഇത്രയും ലെങ്ത് വേണം, അഡൽറ്റിലാണെങ്കിലും ഇത്രയും ഒരു ലെങ്ത് വേണം കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന ബീഡ്സുകൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ 4mm ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റൽ കളറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ എടുക്കണം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല, ഞാൻ നല്ല ലെങ്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഇതേപോലെ അതിൽ ഇങ്ങനെ ഇടയിലൊന്ന് ആക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ ചുറ്റെല്ലാം അഴിഞ്ഞു വന്ന് പിന്നെ എല്ലാം കെട്ട് ഓടിപ്പോകും കേട്ടോ. അപ്പം മുറിച്ചെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് മുറിച്ചെടുക്കുക. അതിന് ശേഷം രണ്ടറ്റവും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ മൊത്തമല്ല ചെയ്യാൻ തുടങ്ങുന്നത്, കറക്റ്റ് സെൻറ്ററല്ല, ഒരറ്റം കുറച്ച് ലെന്ത് കുറച്ചാണ് ഇടാനുള്ളത്. അപ്പോൾ എന്താ, ഇതേപോലെ ഒരറ്റം നീട്ടി വെച്ചിട്ട് ശേഷം സെൻറ്ററായിട്ട് പിടിച്ച് ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്ന ആ ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ വിരലൊന്ന് 2 ഗിയർ വയറിൻ്റെ ഇടയിലൊന്ന് വച്ച് കൊടുത്തതിന് ശേഷം ചുറ്റി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ചുറ്റൽ വരുന്നത്. ആ ചുറ്റലിലാണ് ഇതിൻ്റെ ഒരു നല്ല ഭംഗിയിരിക്കുന്നത് കേട്ടോ. അപ്പം ചുറ്റുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചുറ്റുക. ഈ ഒരു ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ്സാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത ഈ ഒരു മാലയുടെ റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ ഈ ബീഡ്സിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓഷ്യൻ ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് മൊത്തം നമ്മൾ ലെങ്ത് കൂട്ടിയിട്ട ആ ഒരു അറ്റത്തോട്ട് മുഴുവനായിട്ടും കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പല കളറുള്ളതല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഫുള്ള് മുത്തും ഞാൻ അതിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതേപോലെ മുഴുവനായിട്ടും കോർത്തു. അതിൻ്റെ അറ്റത്തുനിന്ന് ഒരു ഊരിപ്പോയിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇങ്ങനെ ഒരേ കളറിലുള്ള ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നും കോർത്ത് ചെയ്യണേക്കാളും നന്നായിട്ട് സമയം കുറച്ചും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്താ, ഇതേപോലെ ഞാൻ 4 ബീഡ്സാണ് എടുക്കുന്നത്. ഇതേപോലെ ചുറ്റി കൊടുക്കുക. അതിന് ശേഷം ആ ഒരറ്റത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ബീഡ്സ് നീക്കി വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ചുറ്റി കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചുറ്റുമ്പോൾ ഇതേപോലെ ഒരു വിരൽ ഇടയ്ക്ക് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബീഡ്സ് കോർത്ത ഭാഗം ചുറ്റി കൊടുക്കുക. കറക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴും നല്ല ചുറ്റി വരുന്നത് അപ്പോഴാണ്. അപ്പം എന്താ, ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അറിയത്തില്ലാത്തവർ ഇതേപോലെ നോക്കി തന്നെ ചെയ്ത് പഠിക്കുക. വീണ്ടും ഇതേപോലെ ചുറ്റി കൊടുക്കുക. വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ കോർക്കുക. അപ്പം ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം ബീഡ്സ് കൊടുത്ത ഭാഗം വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചുറ്റി കൊടുക്കുക. തിരിച്ച് പിടിച്ച് ബീഡ്സ് കോർക്കുകയോ ചെയ്താൽ മതി. ഈ ഒരു മോഡലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു 4 ബീഡ്സ് എന്നുള്ളത് നിങ്ങൾക്ക് 5 ബീഡ്സോ 3 ബീഡ്സോ അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ മൾട്ടി കളറും ഒക്കെ ചേർത്തിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നീളം കുറച്ചിട്ട ബീഡ്സ് കോർക്കാത്ത ആ ഒരു അറ്റത്തുള്ള ഗിയർ വയർ കൂടെ നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സെൻറ്ററിലായിട്ട് ബീഡ്സുകളോ ഫ്ലവറുകളൊക്കെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിക്കാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇളകി ബീഡ്സ് ആ ഒരു ഫ്ലവർ ബീഡ് ഇങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ നല്ല രീതിക്ക് ഇതേപോലെ ആണ് ചുറ്റിയെടുക്കേണ്ടത്. ഇനി നമ്മൾ വീണ്ടും ഫസ്റ്റ് കോർത്തിട്ടിരുന്ന ബീഡ്സുകൾ നീക്കി ഇങ്ങനെ കൊണ്ടുവന്ന് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം സെൻറ്ററിൽ കോർക്കുന്നത് വീണ്ടും ഇപ്പുറത്തെ നമ്മൾ ബീഡ്സ് കോർക്കാത്ത ആ ഒരു ഭാഗത്തോടെയാണ് നമ്മൾ ഫ്ലവർ ബീഡ് കോർത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ മുഴുവനും തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് വിഷുവിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ കിഡ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേനും താമസിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അങ്ങോട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ബാക്കി കുറേ കെയർ ആക്സസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് മെറ്റീരിയൽ സെയിലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ സെയിലിങ് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് എടുക്കാനൊന്നും പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ഇടാത്തത്. എന്താ ഇതേപോലെ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ മുഴുവനും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു വിഷുവിന് കിട്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കിഡ്സിനുള്ള ഒരു ഹെയർ ബാൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം. അപ്പോൾ അതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊരു നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു ടിയാര ഞാൻ 80 രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല. നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റും നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയവും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ റേറ്റ് ഇടുന്നത് കേട്ടോ. അപ്പം ഇതിനെനിക്ക് നമ്മൾ ഇതേപോലെ ഒരു ബീഡ്സുകൾ ഒരേ കളർ ബീഡ്സ് മാത്രമായതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ രീതിയിൽ ചെയ്യാനായിട്ട്. ഏകദേശം ഒരു അരമണിക്കൂറിനകത്തെ സമയം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു 80 രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നിങ്ങൾ തന്നെ വിലയിട്ട് കൊടുക്കാനുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെപ്പറ്റി നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബ്രൂച്ചിൻ്റെയും ടിയാരയുടെ ഒക്കെ ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്ത് പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്താ ഇതേപോലെയാണ് എൻഡ് ഭാഗം ചെയ്തെടുക്കേണ്ടത്. അപ്പം കുറേ പേർക്ക് അറിയത്തില്ല ഈ എൻഡ് ഭാഗം വരുമ്പം എങ്ങനെയാണ് അതൊന്ന് ലൂപ്പ്